ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റവ കേസരിയാണ്. അപ്പോൾ നമുക്കത് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് 4 മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. 1/2 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര. ഇനി മധുരം നല്ലോണം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഒരു 3/4 ഗ്ലാസ്സൊക്കെ പഞ്ചസാര എടുക്കാം കേട്ടോ. പിന്നെ 1 ഗ്ലാസ് വെള്ളം. പിന്നെ നമുക്ക് ഇതിന് കളർ കൊടുക്കാനായിട്ട് ഏത് കളറാണെന്ന് വെച്ചാൽ ആ കളർ. ഞാനൊരു യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു അണ്ടിപ്പരിപ്പ് ഒരു 10 എണ്ണം, അതുപോലെ ഒരു 10-15 മുന്തിരി, 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് നെയ്യാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. ആദ്യം തന്നെ ഒരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുക. നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് കൊടുക്കുക. അത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിൽ കൂടെ തന്നെ മുന്തിരിയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പം നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന പലഹാരങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് പിള്ളേർക്കൊക്കെ ചെയ്ത് നോക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് അതൊക്കെ ഇഷ്ടമാവും. ഒരു പ്രത്യേക മധുരമാണ് ഇതിന്, അപ്പോൾ ടേസ്റ്റും ഉണ്ട്, നല്ല നെയ്യുടെ ഒരു മണമൊക്കെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ. നമുക്കും വീട്ടിൽ കഴിക്കാം, കുഴപ്പമൊന്നുമില്ലാത്തൊരു നല്ല പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇതാ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റാം. അവിടെ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായി ബോൾ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ നെയ്യിൽ തന്നെ ഈ റവേനൊന്നിട്ട് വറുത്തെടുക്കാം. തീ കുറച്ചിട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. അത് വരയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഏതാണ്ട് നമ്മുടെ റവ നെയ്യിൽ കിടന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് തിളയ്ക്കാൻ വയ്ക്കും. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് നമ്മളിപ്പോൾ വറുത്ത് വെച്ച റവയില്ലേ അത് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് ആ വെള്ളത്തിൽ കിടന്ന് റവ നന്നായി ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ കിടന്ന് റവ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് ഇടണുള്ളൂ. മധുരം ഇനി കൂടുതൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് 3/4 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ്സൊക്കെ ഇടാം. ഇനി നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അരിഞ്ഞ് വെള്ളമായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ റവയിൽ പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് പിടിക്കും. അപ്പോൾ നമ്മുടെ റവയിൽ പഞ്ചസാരയൊക്കെ നന്നായി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ കൊടുക്കാം. ഞാനിപ്പോൾ യെല്ലോ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റെഡ് കളർ ഉണ്ടെങ്കിൽ റെഡ് കൊടുക്കാം, അല്ലെങ്കിൽ യെല്ലോ കൊടുക്കാം. എന്നിട്ട് കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് മൂടിയിട്ടൊന്ന് വേവിക്കുക. ഒരു 5 മിനിറ്റ് ഇട്ടാൽ അധികം വേണ്ട. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് തന്നെ അത് വേവിക്കണം കേട്ടോ. നമ്മളൊരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തുറന്ന് നമുക്ക് ഇതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഏലക്കപ്പൊടി 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇടാം കേട്ടോ. നന്നായി ഇളക്കുക. സ്റ്റവ് ഓഫ് ആക്കുക. അപ്പോൾ നമ്മുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റവ കേസരി ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവ കേസരി ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമുക്ക് വീട്ടിലത് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു സ്പെഷ്യൽ പലഹാരമായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ.